ഓക്കെ, നമ്മളെ വാല്യൂസ് നോക്കാം. നമുക്ക് കിട്ടിയുള്ള ടേബിൾസ്, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ നോക്കാം. സ്റ്റുഡൻറ്റ് ടേബിളിൽ 2 വാല്യൂസ് അപ്പോൾ ഉള്ളത് നോർമലി. ഓക്കെ, വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ അതിലെ വാല്യൂസ് നോക്കിയതിന് ശേഷം ഡിലീറ്റ്, എഡിറ്റ്, അപ്ഡേറ്റ് കൊടുക്കാം ടേബിൾസ്. ഓക്കെ, ഇവിടെ ഇൻസേർട്ട് നമ്മൾ ചെയ്തു, സെലക്ട് ചെയ്യാം. സെലക്ട് ബ്രൗസ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെലക്ട്. സപ്പോസ് ഇവരുടെ ഏജ് എന്നുള്ളത് നമുക്ക് ഗ്രേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏജ് 20 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ലാസ്റ്റ് 20 കൊടുത്തിട്ടുണ്ട്. ഏജ് ഗ്രേറ്റർ ദാൻ 19 എന്ന് കൊടുത്ത് ജസ്റ്റ് സെലക്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് കൊടുത്തുള്ള വാല്യൂസിൽ കണ്ടീഷൻ കൊടുക്കുക. ഏജ് ഗ്രേറ്റർ ദാൻ 20 മുകളിലുള്ളത് ഏജ്, അല്ലെങ്കിൽ 20 വന്ന് കൊടുത്തിട്ടുണ്ട്. 19 കൊടുക്കുക, 19 എബോവ് 19. അതിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ സെലക്ട് എല്ലാ ഫീൽഡും പ്രിൻറ്റ് ചെയ്യണം. എല്ലാ ഫീൽഡും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ഓൾ കൊടുത്തുള്ളത്. 19 റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഒരേ ഒരു റോ ഉള്ളൂ, 108 എന്ന് പറഞ്ഞാൽ കിരൺ. ഓക്കെ, കണ്ടോ, സെലക്ട് രജിസ്റ്റർ നമ്പർ നെയിം ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ ഏജ് ഗ്രേറ്റർ ദാൻ 19 മുകളിൽ വരുന്നവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ടേബിൾ മൊത്തം കളഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ആൾട്ടർ ചെയ്യാം. ആൾട്ടറിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ്. ആ ടേബിൾ നമുക്ക് ആൾട്ടർ ചെയ്യണം. ഓക്കെ, ആൾട്ടർ കൊടുക്കുക. ആൾട്ടർ കൊടുത്ത് വീണ്ടും ഒരു സെറ്റിങ്സ് വന്നു. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു കോളം ആഡ് ചെയ്യാം. ഓക്കെ, മാർക്ക് പറഞ്ഞ കോളം ആഡ് ചെയ്യാം. മാർക്കിന് യൂസ് ചെയ്യുന്നത് ന്യൂമറിക് വാല്യൂ, ലെങ്ത്ത് 2 ലെങ്ത്ത്. ഓക്കെ, ആഡായി. വേണ്ട, മാർക്ക് കണ്ട് ഒരു കോളം കൊണ്ട് ആഡ് ചെയ്തിരുന്നു. 3 കോളംസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ നെയിം. ഓക്കെ, ആ ടേബിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ടേബിൾ ബ്രൗസ്, രജിസ്റ്റർ നമ്പർ നെയിം ഏജ് മാർക്ക്. ഈ മാർക്ക് 2 പേരുടെ എൻട്രി ഉള്ളത്, 2 നള്ളാണ്. ഇപ്പോൾ മാർക്ക് ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മാർക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. ഇനി ആഡ് ചെയ്യാനുള്ളത് ഇൻസേർട്ട് ചെയ്യാം. ഇൻസെർട്ട് വാല്യൂ നോക്കാം. ഒരു മിനിറ്റ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡാറ്റ ഇവിടെ ഉണ്ട്. ഈ ഡാറ്റ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ടേബിളിലെ ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യും. ഇത് പക്ക നമ്മൾ യൂസ് ചെയ്യുന്ന SQL ക്വറീസാണ്. ഓക്കെ, ആൾട്ടർ ടേബിൾ ഇപ്പോൾ മാറ്റം കണ്ട്. ഇതേപോലെ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്താൽ ടേബിൾ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യാൻ ചോദിക്കും. ഡ്രോപ്പ് കൊടുത്താൽ ആ ടേബിൾ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് ഇതൊക്കെ ചെയ്യുന്ന നമുക്ക് ഗ്രാഫിക്സാണ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് വഴി നമ്മൾ യൂസ് ചെയ്യാണ്. PHP കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണക്ഷൻ പോസിബിൾ ആക്കും. PHPയിലെ PHP ഫ്രണ്ട് എൻഡ് ഉപയോഗിച്ചതിന് ശേഷം ബാക്ക് എൻഡ് ആയിട്ടുള്ള PostgreSQL എങ്ങനെ ആക്സസ് ചെയ്യാം. അപ്പോൾ അതിൽ കാണിക്കുന്ന ടേബിൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിൾക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസും PHP വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, PHPയിലെ ഫ്രണ്ട് എൻഡ് ഉപയോഗിച്ചിട്ട് അതിലൊരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യാം.